ഗൈസ്, അപ്പോൾ ഇന്ന് കുറച്ചധികം അയല നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് എവിടെ നിന്നാണ് കിട്ടിയെന്നുള്ള കഥയൊക്കെ ഞാനിങ്ങനെ വഴിയെ പറയാം. അപ്പോൾ നമ്മൾ അയല നേരെ കൊണ്ടുപോയി ഫ്രിഡ്ജിനകത്ത് കയറ്റി വെച്ചതിന് ശേഷം നേരെ കൊണ്ടോട്ടിലോട്ട് പോയി. ഇന്ന് ശ്യാമൻ എന്തോ സാധനമൊക്കെ വാങ്ങാനുണ്ട്, ഇന്ന് ലീവാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ മനുഷ്യൻ ഞങ്ങളെ കൊണ്ടുപോകുന്നത്. അങ്ങനെ സാധനമൊക്കെ വാങ്ങിയെടുത്ത് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് ഇതുപോലുള്ള ബേക്കറി കണ്ട് കുറേ സാധനങ്ങൾ അങ്ങനെ വാങ്ങി തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ശ്യാമ പറഞ്ഞു, തുരുതുരാന്ന് ഓഫീസിൽ നിന്ന് കോള് വരികയാണ്, എനിക്ക് തിരിച്ച് ഓഫീസിൽ പോകണം, ആരോ ലീവാണെന്നൊക്കെ പറഞ്ഞു. എന്നാൽ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞ് ശ്യാമിനെ ഞാൻ ഓഫീസിലേക്ക് പറഞ്ഞു വിട്ടു. വേഗം തന്നെ ഞാൻ അയലൊക്കെ എടുത്ത് ഞാൻ വെട്ടി വൃത്തിയാക്കിയിട്ടോ. ആവശ്യത്തിനുള്ള അയല മാത്രമേ ഞാനിപ്പോൾ എടുത്തുള്ളൂ, ബാക്കിയെല്ലാം ഞാൻ വെള്ളമൊഴിച്ച് ഫ്രീസറാക്കാൻ വെച്ചിട്ടുണ്ട്, ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് വറുത്തരച്ചാണ് വെക്കുന്നത് മീൻ കറി കേട്ടോ. നല്ല കാന്താരിയും കുരുമുളകൊക്കെ ഇട്ട് വറുത്തരച്ച് വെക്കും. ഞാൻ ആദ്യമായിട്ടാണ് വെക്കുന്നത്. കുറച്ച് പാത്തും ഐഡിയാസൊക്കെ പറഞ്ഞു, പിന്നെ എൻ്റേതായ ഐഡിയകളൊക്കെ ചേർത്ത് ഞാനൊരു വറുത്തരച്ച് വെക്കുവാണ്. പിന്നെ അത് നമ്മുടെ അയലയൊക്കെ ഓരോന്നായിട്ട് വരഞ്ഞെടുക്കുകയാണ്. ഇത് സ്പെഷ്യൽ മസാലയാണ് കേട്ടോ, കാരണം ഫ്രഷ് ആയിട്ട് കിട്ടിയ അയലല്ലേ. അയല എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ പാത്തു വയസ്സും കൂടെ ഇന്ന് ചാലിയത്ത് പോയിരുന്നു. അവിടുന്ന് ഹാർബറിൽ നിന്ന് ലേലം വിളിച്ചെടുത്തുകൊണ്ട് വന്നു. ഒത്തിരി അയല ഉണ്ടായിരുന്നു കേട്ടോ. അത് അവിടെ ഇവിടെ അപ്പുറത്തേക്ക് കൊടുത്തു. എനിക്ക് ആവശ്യത്തിനുള്ളത് മാത്രം ഞാനും എടുത്തുള്ളൂ. അങ്ങനെ ഓരോ അയലയായിട്ട് ഞാൻ മസാല തേക്കുവാണ്. പിന്നെ എനിക്ക് വട്ടായി, ഞാൻ എല്ലാം കൂടെ കൂട്ടി കുഴച്ചെടുത്തേ. ഇനി ഇതൊന്ന് വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് ചീര ഒന്ന് തോരൻ വെക്കണം. കുറച്ച് ദിവസമായി ഫ്രിഡ്ജിനകത്ത് വെക്കുന്നു. ചീര ആകുമ്പോൾ നമ്മൾ കവറിൽ കെട്ടി വെച്ച് കഴിഞ്ഞാൽ വേഗം ചീത്തയാവത്തില്ല. ചിലർ വരെയും വേഗം വാടിപ്പോകുന്നതൊക്കെ, പക്ഷേ അങ്ങനെയല്ല. നമ്മൾ കവറിൽ കെട്ടി കറക്റ്റായിട്ട് വെക്കുവാണെങ്കിൽ അത് വേഗം വാടിപ്പോവാതെ നമുക്ക് കിട്ടും. ഇതൊക്കെ ഞാൻ 3, 4, 5 ദിവസം കഴിഞ്ഞിട്ട് എടുക്കുന്ന ചീരയാണ്. പക്ഷേ ഇതിൻ്റെ തണ്ട് പുറത്തായിരുന്നു, അതുകൊണ്ട് തണ്ട് ചീഞ്ഞു പോയ പോലെ. പിന്നെ ആവശ്യമുള്ളത് മാത്രം എടുത്ത് ഞാൻ വേഗം തോരൻ വെച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വറുത്തരച്ച കേതൽ കറിയും പിന്നെ അയല വറുത്തതും ചീരത്തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈ കറിയുടെ റെസിപ്പി ഞാൻ ഈ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ആ വീഡിയോ അത്രേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.